ഇല്ലാതായ കലാരൂപത്തിന് പുതുജീവൻ നൽകി നമ്മുടെ സംസ്കാരത്തിന്റെ തനിമ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാം വീണ്ടും കയ്യാങ്കളിക്ക് ഒരുങ്ങുകയാണ്. തല്ല് നിയന്ത്രിക്കാനെത്തിയ ചായക്കാരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുൻകാലത്ത് കുന്നുംകുളത്തിന്റെ കയ്യാങ്കളി വേദിയിൽ സജീവമായിരുന്ന വടകര മുല്ല മൗലവിയും പാലക്കാട്ടെ ശേഖരനാചാര്യയുമാണ് ഇത്തവണത്തെ ചായക്കാരന്മാർ. വടക്ക് തെക്ക് ചേരികളിലായി അണിനിരക്കുന്ന തല്ലുകാർക്ക് വേണ്ടി കളരി സംഘത്തിന്റെ നായകരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കടത്തനാടൻ കളരി പരമ്പരയിലെ കണ്ണി, ഉണ്ണിയാർച്ചയുടെ ശൗര്യവും ഇന്ദുലേഖയുടെ സൗന്ദര്യവും ഒത്തുചേർന്ന അഭ്യാസി, കലാകേരളത്തിൽ കളരി മെയ്മുറയ്ക്കായി ലഭിച്ച വരദാനം, ഓണത്തല്ല് കളത്തിലെ വീരനായകൻ ചെമ്മണ്ണൂർ കുഞ്ഞനന്ദൻ ആശാന്റെ ഏകമകൾ നീലാംബരിയാണ് വടക്കേച്ചേരി നിയന്ത്രിക്കുന്നത്. നിയന്ത്രിക്കുന്നത് ചെമ്മണ്ണൂർ കുഞ്ഞനന്ദനാശാനെ ഈ വേദിയിൽ തല്ലിത്തോൽപ്പിച്ച ധീരയോദ്ധാവ്, ശങ്കരനുണ്ണി ഗുരുക്കളുടെ സഹോദരനും മെയ്മുറകളിൽ പകരക്കാരനില്ലാത്ത പോരാളി പായിപ്പറ കണ്ണപ്പനുണ്ണിയാശാനാണ്. അടുത്തതായി കയ്യാങ്കളുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തല്ലുകാർക്കുള്ള കച്ച ബഹുമാനപ്പെട്ട മന്ത്രി കൈമാറുന്നതാണ്. കളത്തിൽ മാത്രമേ ആകാവൂ. കളം വിട്ടാൽ നമ്മൾ സുഹൃത്തുക്കളാണ്. മോളുടെ അച്ഛനെ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്നു. അറിയാം, കേട്ടിട്ടുണ്ട്. ഇനി പതിവ് ചടങ്ങായ വെല്ലുവിളിയാണ്. ഇരു ടീമുകൾക്ക് വീറും വാശിയുമേറാനുള്ള പയറ്റ്. ചെമ്മണ്ണൂർ കുഞ്ഞനന്ദന്റെ വീരപുത്രി നീലാംബരി, കയ്യാങ്കളിയുടെ ഈ കളത്തിൽ നിന്ന് ഞാൻ തോൽപ്പിച്ചാൽ പകരം നീ എനിക്ക് എന്തു തരും? കടത്തനാടിന്റെ മെയ്മുറകൾ പരിശീലിച്ച, അടവുകൾ പയറ്റി തെളിഞ്ഞ എന്റെ യോദ്ധാക്കൾ ഈ കളത്തിൽ തോറ്റാൽ ചോദിക്കുന്നതെന്തും ഞാൻ തരും. എന്തുമെന്ന് പറഞ്ഞാൽ നിരഞ്ജ, അഭ്യാസമുറകൾ പയറ്റിത്തെളിഞ്ഞ കടത്തനാടൻ കളരിയുടെ ഗുരു ഈ ഝാൻസി റാണി എന്റെ ഭാര്യയാകോ? 25 വർഷക്കാലം ഈ കളത്തിൽ എതിരാളിയുടെ കൈ ദേഹത്ത് വീഴാതെ തല്ലി ജയിച്ച വീരൻ കുഞ്ഞനന്ദനാശാന്റെ വീറും ശൗര്യവുമുള്ള ഈ ഇളം പെണ്ണിന് ജയിക്കാനാവുമെന്ന വിശ്വാസം ഇല്ലേ? നിരഞ്ജ, പന്തയം ഇന്നൊരു ചടങ്ങു മാത്രമാണ്. പഴയ കാലമല്ലേത്. നമ്മൾ തല്ലുകാർ ഒരിക്കലും ശത്രുക്കളല്ല. വീറും വാശിയൊക്കെ കളത്തിൽ മാത്രം, അല്ലാതെ ഒരു ചടങ്ങിന് വന്നതല്ല നിരഞ്ജൻ. സകല അഭ്യാസമുറകളും പയറ്റിത്തെളിഞ്ഞ ഞങ്ങളുടെ ഗുരുക്കന്മാർ അപമാനിതരായി മടങ്ങിയ ഈ മണ്ണിൽ നിന്ന് ഞാൻ ജയിച്ചു മടങ്ങുമ്പോ കുഞ്ഞനന്ദൻ എന്ന ആ പഴയ കരിമ്പുലിക്ക് ഹൃദയത്തിലൊരടി അത് നൽകണം എനിക്ക്. പറ, തയ്യാറാണോ? പന്തയത്തിന് ഞാൻ തയ്യാർ. എന്റെ പിതാമഹന്മാർ ജയിച്ചു മാത്രം ശീലിച്ച ഈ മണ്ണിൽ എന്റെ ചേരിയെ നിനക്ക് തോൽപ്പിക്കാമെന്നത് വെറും സ്വപ്നമാണ്. അങ്ങനെ നിനക്ക് ജയിക്കാനായാൽ നീ പറയുന്ന എന്തിനും ഞാൻ തയ്യാർ. നീ ജയിച്ചാൽ
ഞാൻ എന്റെ തലയറുത്ത് നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കും. എന്ത് പറ്റി? എന്നോട് എതിരിടാൻ തല്ലുകാരും ഇല്ലേ? ഗുരുക്കന്മാർക്കും ആവാം. എവിടെ അസൻ? അവൻ പുറത്തു പോയിക്കാണ്. ഇന്ന് അവൻ കളത്തിലിറങ്ങണമെന്ന് തീരുമാനം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? ആരെ ഇറക്കും? നാണക്കേട്. ഉണ്ണിയാർച്ചയുടെ പിന്മുറക്കാരി, വടക്കൻ കളരിയുടെ ഗുരു, എന്നോടൊന്ന് തല്ലി നിൽക്കാൻ ഉശിരും കരുത്തുള്ള ആരും ഇല്ല നിന്റെ കൂടെ. പെൺകുട്ടികൾക്ക് കളത്തിലിറങ്ങാൻ നിയമമില്ല. ഞാൻ ഇറങ്ങാം. പേടിക്കണ്ട. അയ്യത്തട അയ്യത്തട അയ്യത്തട. വടകരയിൽ നിന്ന് തല്ലുകാർ വരുന്ന അസം പറഞ്ഞിരുന്നു. അവരിലാരെങ്കിലാണോ? കളത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാതെ തല്ലാനാവില്ലല്ലോ. ആരാ? ഏതാ ചേരി? പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കളത്തിലിറങ്ങാനാവില്ല. പുറത്തു വേണം.